പണ്ഡിത ശ്രേഷ്ഠ പുരസ്കാരം ഡോക്ടർ ഇ ശ്രീധരൻ ഏറ്റുവാങ്ങി. കൃത്യമായി തിരിച്ചടക്കുന്നവർക്ക് ഇളവ് നൽകുന്ന ഒരേ ഒരു സ്ഥാപനം ശരിക്കും പിന്നെ അല്ല. പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക്, ജനഹിതമറിയുന്ന ബാങ്ക്. കരുവള്ളൂർ ഹൈസ്കൂളിലെ ആദ്യ പ്രധാനാധ്യാപകനും ഇംഗ്ലീഷ് എഴുത്തുകാരനും സംസ്കൃത പണ്ഡിതനും നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവുമായ വെള്ളൂരിലെ അന്തരിച്ച KTN സുകുമാരൻ നമ്പ്യാരുടെ പേരിൽ ഏർപ്പെടുത്തിയ പ്രഥമ പണ്ഡിത ശ്രേഷ്ഠ പുരസ്കാരം കാലടി ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല പയ്യന്നൂർ പ്രാദേശിക കേന്ദ്രം മുൻ ഡയറക്ടറും പ്രഭാഷകനും സംസ്കൃത പണ്ഡിതനും പ്രശസ്ത പൂരക്കളി മറുത്തുകളി അധ്യക്ഷനുമായ വെള്ളൂരിലെ ഡോക്ടർ ഇ ശ്രീധരന് സമ്മാനിച്ചു. അന്നൂർ മലയാള ഭാഷാ പാഠശാലയിൽ മണിമാഷ് സ്വാഗതവും TP ഭാസ്കരൻ മാസ്റ്റർ അധ്യക്ഷതയും വഹിച്ച പരിപാടി നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. ഏതായാലും വളരെ സന്തോഷമുള്ളൊരു ദിനമാണ്, വളരെ സന്തോഷമുള്ളൊരു ചടങ്ങിനാണ് ഇവിടെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ട് തരത്തിൽ പറഞ്ഞു. ഒന്ന്, ഈ അവാർഡ് ശ്രീധരൻ മാഷ്ക്ക് വാങ്ങുന്നു എന്നതിലുള്ള സന്തോഷം പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം എന്നെപ്പോലൊരാൾക്ക് ശ്രീധരൻ മാഷെ പോലെ ഒരു പണ്ഡിത ശ്രേഷ്ഠ അവാർഡ് നൽകാൻ സാധിക്കുന്നൊരു സാഹചര്യം അതുകൂടി ഞാൻ പ്രത്യേകമായി ഓർമ്മിക്കുകയാണ്. കാരണം എപ്പോഴും നല്ല അക്കാഡമിക് ക്വാളിഫിക്കേഷനുള്ള അല്ലെങ്കിൽ നല്ല നിലയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പണ്ഡിതന്മാരോട് അല്ലെങ്കിൽ പണ്ഡിതന്മാരെ മറ്റ് തിരഞ്ഞെടുക്കപ്പെട്ട വേദികളെക്കാൾ മുകളിൽ കാണണം അല്ലെങ്കിൽ കാണുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ. ഈ പരിപാടിയെല്ലാം പങ്കെടുക്കുമ്പോൾ മാഷ് പറഞ്ഞൊരു കാര്യമുണ്ട്. മാഷ് പയ്യന്നൂർ സംസ്കൃത സർവകലാശാലയുടെ പ്രാദേശിക കേന്ദ്രത്തിന് ഡയറക്ടറായിരിക്കുമ്പോൾ ഞാൻ അവിടെ പഠിക്കുന്ന കുട്ടിയൊന്നും അല്ലെങ്കിലും ഞാൻ ഈ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിരന്തരം പോകുന്നൊരു സ്ഥാപനമാണ് പയ്യന്നൂരിലെ സംസ്കൃത സർവകലാശാല എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രായം തൊട്ടുള്ള ബന്ധമാണ് മാഷ് വഹിക്കുന്നത്. ഇതുവരെയും മാഷോട് ഏതെങ്കിലും വിഷയത്തിൽ മുഖം കറുപ്പിച്ച് ഒരു വിദ്യാർത്ഥി പ്രവർത്തകന് പലപ്പോഴും സംസാരിക്കേണ്ടതുണ്ട്. പക്ഷെ ഇതുവരെ മാഷോട് അങ്ങനെ ഒരു മുഖം കറുപ്പിച്ച് ജീവിതത്തിൽ സംസാരിക്കേണ്ടി വന്നിട്ടില്ല. കാരണം മാഷ് അതിനെല്ലാം മുകളിലാണ്. കാരണം ഞങ്ങളൊരു ആവശ്യവുമായി പോയാൽ ആ പോകുന്ന ആവശ്യം തിരിച്ചറിയാനും തിരിച്ചറിഞ്ഞതിൻ്റെ കൂടെ നിൽക്കാനും അധ്യാപകനുണ്ടാവേണ്ട ഒരു പ്രത്യേക കഴിവ് ശ്രീധരൻ മാഷ്ക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നാളിതുവരെയുള്ള നമ്മുടെ അനുഭവത്തിലും ഒരു സമയത്ത് പോലും അങ്ങനെ ഒരു മുഖം കറുപ്പിച്ച് മാഷോട് സംസാരിക്കാനുള്ള തിരിച്ചിങ്ങോട്ട് മാഷിനകത്തെ ഒരു അനുഭവമോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഡോക്ടർ KV മുരളീമോഹൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. KP ശ്രീധരൻ മുഖ്യ പ്രഭാഷണം നടത്തി. KTN സ്മരണക്കായി മക്കൾ പുരസ്കാര സമർപ്പണം നടത്തി. ശ്രീധരൻ മാസ്റ്റർ അവാർഡ് തുകയായ 10,000 രൂപ വേദിയിൽ വെച്ച് പിലാത്ര ഹോപ്പിന് കൈമാറി. ഹോപ്പ് ട്രസ്റ്റി KS ജയമോഹൻ തുക ഏറ്റുവാങ്ങി. MT അന്നൂർ, ശിവപ്രസാദ് S ഷേണായി, KV ബാബു, സുകുമാരൻ നായരുടെ മക്കളായ മനോമോഹൻ നമ്പ്യാർ, രാജേഷ് നമ്പ്യാർ തുടങ്ങിയ നിരവധി പ്രമുഖ വ്യക്തികൾ ചടങ്ങിൽ സംബന്ധിച്ചു. നഗരസഭാ ചെയർമാനായ ശേഷം ആദ്യമായി പാഠശാലയിലെത്തിയ അഡ്വക്കേറ്റ് സരിൻ ശശിയെ പാഠശാലയിലെ അമ്മ ജാനകിയേച്ചി പൊന്നാട ചാർത്തി സ്വീകരിച്ചു. പുരസ്കാരങ്ങൾ ഏറെ കിട്ടിയിട്ടുണ്ടെങ്കിലും സ്വന്തം നാട്ടിലെ പരിചിതനും പണ്ഡിത ശ്രേഷ്ഠനും ഗുരുതുല്യനുമായ സുകുമാരൻ നമ്പ്യാരുടെ പേരിൽ ഏർപ്പെടുത്തിയ ഈ ആദ്യ പുരസ്കാരത്തെ ഏറെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നുവെന്ന് ഡോക്ടർ ഇ ശ്രീധരൻ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. ചടങ്ങിന് M രാഘവൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ശരിക്കും ആരാ കണക്കാ തെറ്റിയത്? എന്റെ കണക്കൂട്ടലും തെറ്റിയെന്നാ ഞാൻ പറഞ്ഞേ. അത് പറ. ഇപ്രാവശ്യം വീട് പണി പൂർത്തിയാക്കണം എന്ന് വിചാരിച്ചിനി. പക്ഷെ ഒന്നും ശരിയായില്ല. ലോൺ എടുക്കാൻ വെച്ചാൽ വിശ്വസിച്ച് ഏത് ബാങ്കാന്ന് അത്രേ ഇല്ലൂ. അതിനല്ലേ പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക്. ആടെയുള്ള കാർഷിക വായ്പ മാത്രല്ലേ? ആര് പറഞ്ഞു? ഭവന വായ്പ, സ്വർണ്ണപ്പണയ വായ്പ, ഉദ്യോഗസ്ഥ ജാമ്യ വായ്പ, കാർഷികേതര വായ്പ തുടങ്ങി എല്ലാ വായ്പകളും ഒരു എക്സ്ട്രാ ചാർജുമില്ലാതെ ഏറ്റവും വേഗത്തിൽ സുതാര്യമായി. അത് മാത്ര കൃത്യമായി തിരിച്ചടക്കുന്നവർക്ക് ഇളവ് നൽകുന്ന ഒരേ ഒരു സ്ഥാപനം ശരിക്കും പിന്നെ അല്ല. ഇപ്പം കണക്ക് ശരിയായ ഏത് കുറുമ്പടിയിലെ പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക്, ജനഹിതമറിയുന്ന ബാങ്ക്.